പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, ഈ ബിഗിനർ ആയിട്ടുള്ളവർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. അതായത് ഒരു മണിക്കൂറിൽ നമ്മുടെ വ്യൂസ് എത്രയാണ്, അല്ലെന്നുണ്ടെങ്കിൽ 28 ദിവസത്തെ വ്യൂസ് എത്രയാണ്, അല്ലെങ്കിൽ 48 മണിക്കൂറത്തെ വ്യൂസ് എത്രയാണ്, ഇങ്ങനെയൊക്കെ അറിയാനായിട്ട് ഒരുപാട് ആഗ്രഹമുണ്ട് അല്ലേ? അപ്പൊ അതൊക്കെ അറിയാൻ അവർക്ക് എങ്ങനെയാണ്, എവിടെ പോയിട്ടാണ് കാണേണ്ടത്, എങ്ങനെയാണ് നോക്കിയാലാണ് ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, ഇതൊന്നും അറിയില്ല. അതുപോലെ തന്നെ ഈ ബ്ലൂ എന്താണെന്ന് പോലും അറിയാത്തവർക്ക് പലരുമുണ്ട്. അപ്പൊ ആ ബ്ലൂ എന്ന് പറയുന്ന ബ്ലൂ എന്ന് പറയും, സ്പാനർ എന്ന് പറയും, അങ്ങനെ പല രീതിയിൽ പറയും. അപ്പൊ അതൊക്കെ എവിടെ പോയിട്ട് നമ്മൾ എങ്ങനെയാണ് ബ്ലൂ കൊടുക്കുന്നത്, അതുപോലെ തന്നെ ബ്ലൂ കൊടുക്കുന്നതിനെക്കാട്ടി മെയിൻ ആയിട്ടുള്ളത് ബ്ലൂ കൊടുത്തവരുടെ ബ്ലൂ എടുത്ത് എങ്ങനെ മാറ്റാം. ഇപ്പം ബ്ലൂ കൊടുത്തു, നമ്മൾ ആ ബ്ലൂ കൊടുത്തത്, സ്പാനർ കൊടുത്തത് നമ്മൾ എങ്ങനെയാണ് എടുത്തു മാറ്റേണ്ടത്, എവിടെ പോയിട്ടാണ് എടുത്തു മാറ്റേണ്ടത്, അത് ഒന്നൊന്നായിട്ട് എടുത്തു മാറ്റുന്നത് എങ്ങനെയാണ്, അത് മൊത്തത്തിൽ എടുത്തു മാറ്റുന്നത് എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് മുന്നോട്ട് പോകാം. അതിന് മുന്നായിട്ട് തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേമാതിരി മുകളിലായിട്ട് നിങ്ങളുടെ വ്യൂസ് 28 ദിവസത്തെ വ്യൂസ് ഇങ്ങനെ ടോട്ടലായിട്ടുള്ളത് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് എത്ര സബ്സ്ക്രൈബർ വന്നു എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് ഇവിടെയായിട്ട് നിങ്ങളുടെ വാച്ച് ടൈം, അതായത് ഇത് 28 ദിവസത്തെ വാച്ച് ടൈമാണ്, അതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇവിടെ കണ്ടത് വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്താൽ ഉടൻ തന്നെ നമ്മൾക്ക് ഷോ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ ചാനലിന്റെ. ഓക്കെ, ഇതിപ്പോ ഇവിടെ നമ്മൾ 28 ദിവസത്തെയാണ് നമുക്ക് ഇവിടെ കണ്ടത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഒരു മണിക്കൂറത്തെ നമുക്ക് വ്യൂസ് നോക്കണം. ഈ ഒരു മണിക്കൂർ നമ്മുടെ ഈ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു മണിക്കൂറിന് ഉള്ളിലായിട്ട് നമ്മുടെ വീഡിയോസ്, ഏതൊക്കെ വീഡിയോസിന് എങ്ങനെയൊക്കെയാണ് വ്യൂസ് വന്നതൊക്കെ അങ്ങനെയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് ഈസി ആയിട്ടുള്ള ഒരു രീതിയുണ്ട്. അതിനായിട്ട് എന്ത് ചെയ്യാം, ഈ താഴെയായിട്ട് അനലൈറ്റിക്സ് എന്ന് ഇവിടെ കാണാം, ഇവിടെയായിട്ട് താഴെയായിട്ട് മൂന്നാമത്തെ ഓപ്ഷൻ. അപ്പൊ അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതേമാതിരി ഇങ്ങനെ ഓപ്പൺ ആയി വരും. ഓക്കെ, ഈ ഓപ്പൺ ആയ സ്ഥലം നമ്മൾ കുറച്ചൊന്ന് മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ അവിടെയായിട്ട് നമുക്ക് ഇങ്ങനെ കുറച്ച് വീഡിയോസിന്റെ ഒക്കെ ഇത് കാണാം. അവിടോട്ടൊന്ന് ആ കോളത്തിൽ, ഇപ്പൊ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന കോളത്തിലോട്ടൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് ഈ വ്യൂസ് കാണിക്കുന്നത്, ഇത് മെയിനായിട്ടും 28 ദിവസത്തെ അത് ഓരോ വീഡിയോസിന്റെ. അപ്പൊ ഇതേ രീതിയിൽ നമുക്ക് 28 ദിവസത്തെ അത് ഓരോ വീഡിയോയ്ക്കും വന്നിട്ടുള്ള വ്യൂസ് വേണേലും അത് ഇതേ രീതിയിൽ നോക്കാനായിട്ട് സാധിക്കും. നമുക്കിപ്പോൾ ഒരു മണിക്കൂറത്തെ വ്യൂസ് വേണേലും നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. അതിനായിട്ട് എന്ത് ചെയ്യണം, തൊട്ട് താഴോട്ട്, ഇപ്പൊ നമ്മൾ ഓപ്പൺ ചെയ്തതിന് തൊട്ട് താഴെയായിട്ട് ഈ കോളത്തിനുള്ളിൽ നിങ്ങളൊന്ന് ടച്ച് ചെയ്ത്, ഈ കാണിച്ചിരിക്കുന്ന കോളത്തിനുള്ളിൽ ഒന്ന് ടച്ച് ചെയ്ത് കഴിയുന്ന 48 മണിക്കൂറിലെ, അതായത് 48 മണിക്കൂറിൽ നമുക്ക് വന്നിട്ടുള്ള വ്യൂസ്. മറ്റേ നമുക്ക് 28 ദിവസത്തെ ആണെങ്കിൽ ഇതിപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ 48 മണിക്കൂറത്തെ വ്യൂസ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ആ വ്യൂസ് നമുക്ക് ടോട്ടലായിട്ട് താഴെയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് 60 മിനിറ്റ് എന്നുള്ളിടത്തോട്ട് നമ്മളൊന്ന് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് 60 മിനിറ്റിൽ വന്നിട്ടുള്ള വ്യൂസും കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മുടെ വീഡിയോസ് 60 മിനിറ്റിനുള്ളിൽ നമ്മുടെ ഏതൊക്കെ വീഡിയോസ് ആണ് ആളുകൾ കണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ 48 മണിക്കൂറിനുള്ളിൽ നമ്മുടെ ഏതൊക്കെ വീഡിയോസ് ആണ് ആളുകൾ കണ്ടിരിക്കുന്നത് എന്നെല്ലാം നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തതായിട്ട് നമ്മുടെ ചാനലിൽ വരുന്ന ഒരുപാട് ചാനലുകാർക്ക് ബ്ലൂ കൊടുക്കാറുണ്ട്, അതായത് സ്പാനർ എന്ന് പറയുന്നത് അത് നമ്മൾ കൊടുക്കാറുണ്ട് അല്ലേ? സ്പാനർ എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ ബ്ലൂ എന്ന് പറയും. ഇത് കൊടുത്തവരുടെ എടുത്തു മാറ്റുന്ന രീതിയാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഒരാടെ എടുത്തു മാറ്റണമെങ്കിൽ അതെങ്ങനെ, അല്ലെങ്കിൽ മൊത്തത്തിൽ എടുത്തു മാറ്റണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെ, അതാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ക്രോം വഴി നമ്മുടെ വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യണം. ക്രോം വഴി ഇങ്ങനെ വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ആയതിനു ശേഷം ഈ താഴെയായിട്ട് 2 ഐക്കോൺ കാണും. അതിൽ സെറ്റിംഗ്സിന്റെ ഐക്കോൺ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേമാതിരി ഒരു കുറെ ഓപ്ഷൻ ഇങ്ങനെ കാണിക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കമ്മ്യൂണിറ്റി മോഡറേഷൻ എന്നുള്ളതാണ് നമ്മൾ ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യേണ്ടത്. ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊക്കെ നമുക്ക് കുറെ ഓപ്ഷൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതിൽ മുകളിലായിട്ട് നമുക്ക് മാനേജിങ് മോഡറേറ്റർ എന്ന് കാണാനായിട്ട് സാധിക്കും. മുകളിലായിട്ട് മാനേജിങ് മോഡറേറ്റർ, അങ്ങാടിക്കൽ പ്രകാശനും സിന്ധു പ്രകാശ്, ഇങ്ങനെ 2 പേര് ഇതിൽ മാനേജിങ് മോഡറേറ്ററിന്റെ ഇത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ്. എന്തെങ്കിലും നമുക്ക് വരുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡിലീറ്റ് ചെയ്യണം, എന്ത് ചെയ്യണേലും അതിൽ നിന്നും സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെയാണ് ഈ താഴെയായിട്ട് കൊടുത്തിട്ടുള്ള നമ്മൾ ചാനലുകാരെല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതേമാതിരി ഈ സ്റ്റാൻഡേർഡ് മോഡറേറ്റർ ആണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് ബ്ലൂ അല്ലെങ്കിൽ സ്പാനർ എന്ന് പറയുന്നത്
നമ്മൾ ഈ സ്റ്റാൻഡേർഡ് മോഡറേറ്റർ കൊടുക്കുന്നതിനെയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് എല്ലാവർക്കും ഓർക്കാൻ വേണ്ടിയാണ്, അത് ഇന്നതാണെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാനത് എടുത്ത് ഇങ്ങനെ പറയുന്നത്. അത് നമ്മൾ സ്റ്റാൻഡേർഡ് മോഡറേറ്റർ ആണ്. അപ്പൊ നമുക്ക് ഈ സ്റ്റാൻഡേർഡ് മോഡറേറ്ററോ അല്ലെങ്കിൽ മാനേജിംഗ് മോഡറേറ്ററോ ഇത് ഏതെങ്കിലും നമുക്ക് മൊത്തമായിട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് വേണ്ട ഈ റൈറ്റ് സൈഡ്, ഈ കോളത്തിന്റെ റൈറ്റ് സൈഡിലായിട്ട് ആ കോളത്തിനുള്ളിൽ തന്നെ ഈ ക്രോസ് കാണാം. ആ ക്രോസിൽ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മൊത്തമായിട്ട് അങ്ങ് പോകുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ താഴെ കാണുന്ന സേവ് എന്നുള്ളതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് സേവ് ആവും. ഓക്കെ, ഈ സ്റ്റാൻഡേർഡ് മോഡറേറ്ററിൽ നിന്ന് ഞാൻ ഒരെണ്ണം മാത്രം ഒന്ന് റിമൂവ് ചെയ്ത് കാണിക്കാം. ഓക്കെ, അപ്പോൾ അത് ഒരെണ്ണമായിട്ട് എങ്ങനെ റിമൂവ് ചെയ്യുന്നതെന്ന് കാണിക്കാം. അതുപോലെ തന്നെയാണ് അത് മൊത്തത്തിൽ ചെയ്യുന്നത്, അതേമാതിരി തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാം, ഞാൻ ഈ താഴെയായിട്ട് ഈ ഒരെണ്ണം ഞാൻ ഇവിടെയായിട്ട് കാണുന്ന ഈ ഒറ്റ ഒരെണ്ണം മാത്രം ഞാൻ ഇതിലൊന്ന് ടച്ച് ചെയ്യുന്നുണ്ട്. ഇതിപ്പം ഞാൻ ഒഴിവാക്കുകയാണ്. അവിടോട്ടൊന്ന് ടച്ച് ചെയ്യുക. ഇത് ഏത് ചാനൽ ഒഴിവാക്കണോ ആ ചാനലിൽ അതിൽ ഒന്ന് ടച്ച് ചെയ്യുക. ആ ചാനലിന്റെ പേരിൽ ഒന്ന് ടച്ച് ചെയ്യുക. അവിടെ ഒന്ന് ടച്ച് ചെയ്തതിന് ശേഷം ഈ താഴെയായിട്ട് നമുക്ക് സേവ് എന്ന് കാണാം. ആ സേവ് എന്നുള്ളിടത്ത് അങ്ങ് സേവ് ചെയ്താൽ അത് ഒഴിവായി കിട്ടും. ഓക്കെ, അതാണ് ഒന്നൊന്നായിട്ട് ചെയ്യുമ്പോൾ അങ്ങനെയാണ്. മൊത്തത്തിൽ ചെയ്യുവാണെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞ രീതിയിൽ തന്നെ ഈ ക്രോസിൽ ടച്ച് ചെയ്തിട്ടാണ്, ഈ ക്രോസ് എന്ന് പറയുന്നത് ഇവിടെ ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ സേവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒഴിവായി കിട്ടും. അപ്പൊ ഇതേ രീതിയിലാണ് നമുക്ക് ഈ ബ്ലൂ, ഒരുപാട് ചാനലുകാർക്ക് ബുദ്ധിമുട്ട് ആയിട്ട് തോന്നാറുണ്ട് ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ അവരൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു രീതിയിൽ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഇതേ രീതിയിലാണ് നമുക്ക് ഇത് ഒഴിവാക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വിടാം. നന്ദി, നമസ്കാരം.